ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഒന്നിരുടെ കാര്യം മാത്രം സൂചിപ്പിക്കാം. നമ്മുടെ മാളവിക ബാലകൃഷ്ണ സാറൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ ടെലിവിഷനിലൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിലൊരു ആകാശവാണി കാലമുണ്ടായിരുന്നു. ഒരു സമ്പന്നമായ ഒരു റേഡിയോ കാലമായിരുന്നു അത്. അന്നെനിക്ക് ആകാശവാണി കിട്ടിയ സഹോദരനായിരുന്നു CP രാജശേഖരൻ എന്ന മനുഷ്യൻ. ഞാൻ തൃശ്ശൂർ ആകാശവാണിയിലായിരുന്നു ആദ്യകാലം ജോലി ചെയ്തിരുന്നത്. ഒരു ജോലി തുടങ്ങിയ വെച്ച് തന്നെ അവിടെ നിന്നായിരുന്നു. അന്ന് CPR അവിടുത്തെ ഏറ്റവും ഖ്യാതി നേടിയ പ്രക്ഷേപകനായിരുന്നു, ഏറ്റവും പ്രശസ്തനായ ഒരു പ്രക്ഷേപകനായിരുന്നു. ഇത് മാത്രമല്ല, അവിടെ നിന്ന് യുവാണി ചേട്ടൻ എന്ന് പറഞ്ഞ തൃശ്ശൂർ നിലയത്തിന് കീഴിലുള്ള 5-6 ജില്ലകളിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു ലഹരിയായിരുന്നു. പിന്നീട് അദ്ദേഹം പല പടവുകൾ കടന്ന് ദൂരദർശൻ്റെ ഡയറക്ടറായി ഒരുപാട് ആകാശവാണിയിൽ തന്നെ പല പോസ്റ്റുകൾ കിട്ടി. ഒരുപാട് പുരസ്കാരങ്ങൾ, സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പുരസ്കാരങ്ങൾ നേടി. 3 വയസ്സന്മാർക്ക് മനോഹരമായ ഒരു നാടകം പ്രസിദ്ധപ്പെടുത്തി അതിനാണ് സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത്. അങ്ങനെ ഒരു എഴുത്തുകാരൻ, പ്രഭാഷകൻ, പ്രക്ഷേപകൻ, ഒരു ടെലിവിഷൻ അവതാരകൻ, അങ്ങനെ റേഡിയോ അവതാരകൻ, അങ്ങനെ എല്ലാ നിലയിലും അദ്ദേഹം ഖ്യാതി നേടി. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സമയം ബാക്കിയുള്ളപ്പോഴാണ് അദ്ദേഹം അപ്രതീക്ഷിതമായി മരണത്തിലേക്ക് കീഴടങ്ങുന്നത്. മനുഷ്യരുടെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞിട്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ 2 മക്കളും രാജകീർത്തിയും ഈ മോളുമൊക്കെ തന്നെ, ഇവർ 2 പേരും ഭദ്ര, ഇവർ 2 പേരും അവരുടെ 2 മേഖലകളിൽ കാര്യമായി ജോലി ചെയ്യുന്നു എന്നുള്ളത് അവരുടെ 2 പേരുടെയും അമ്മയ്ക്ക് സന്തോഷിക്കാം. CP രാജശേഖരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് ഒരു പ്രക്ഷേപകൻ എന്ന നിലയിൽ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കണ്ട് പരിചയമുള്ളവർക്ക് ഈ ഒരു അമുഖത്തിൻ്റെ ആവശ്യമില്ല എന്നെനിക്കറിയാം. അപ്പോൾ ഒരുപക്ഷെ ഈ കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയതാണ് ഒരുപക്ഷെ കുട്ടികളെ ഏറ്റവും നിരാശപ്പെടുന്ന കാര്യം എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ഒരു പ്രക്ഷേപണ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ ആ സമയത്തൊക്കെ ഒരു കൈത്താങ് കൂടി ആകുന്ന സഹോദരനായിരുന്നു അദ്ദേഹം. മാത്രമല്ല, പിൽക്കാലത്തൊക്കെ നമ്മൾ ഈ പ്രക്ഷേപണത്തിൻ്റെ പല വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴും ഇദ്ദേഹം തുടങ്ങി വെച്ച ചില രീതികളൊക്കെ പിന്തുടരാൻ എന്നെ അദ്ദേഹത്തിൻ്റെ കാലം പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു സത്യമാണ്. എന്തായാലും ഒരു നീളമുള്ള പ്രസംഗം നടത്താൻ പറ്റിയ ഒരു വേദിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധമായ ആശംസകൾ നേരുന്നു. ഈ ചെങ്കോട് പാർക്കിൽ ഇത് വലിയ വിജയിക്കുന്ന പരിപാടികളൊന്നായി ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു.